ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും എന്തെടുക്കണു? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ രാവിലെ വീഡിയോ ഇടാറുള്ളതാണ്, പക്ഷെ ഇന്ന് എനിക്ക് രാവിലെ വീഡിയോ ഇടാൻ പറ്റിയില്ല. കുറച്ച് കാര്യങ്ങളായിട്ട് പോകാനുണ്ടായിരുന്നു, പുറത്തേക്കൊക്കെ ഒന്ന് പോകാനുണ്ടായിരുന്നു, ഹോസ്പിറ്റലിലേക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നേരം കുറച്ച് വൈകി, ഉച്ചയായി. അപ്പോൾ പിന്നെ ഏതായാലും ഉച്ച തിരിഞ്ഞിട്ട് ആവാമെന്ന് വിചാരിച്ചു. നിങ്ങളൊക്കെ എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കണം എല്ലാവരും? എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞു വിശ്രമിക്കാവൂല്ലേ? ഞാനും വന്നു ഊണൊക്കെ കഴിച്ചു, കുറച്ച് നേരം കിടന്നു, എന്നിട്ടൊക്കെയാണ് വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചിട്ടിരുന്നത്. പിന്നെ എന്തൊക്കെയാണ് എൻ്റെ വീഡിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ? എനിക്ക് കൂടുതൽ ഇതിനെ പറ്റിയൊന്നും അറിവുകളൊന്നുമില്ല. ഞാനുള്ള എൻ്റെ പരിമിതമായ അറിവുകൾ വെച്ചിട്ട് പറയണതാണ് കാര്യങ്ങൾ. നമ്മളിപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്കും ജീവിതത്തിനെ പറ്റിയിട്ട് കുറേ അറിവുകൾ നമുക്കും കിട്ടുമല്ലോ, തിരിച്ചറിവുകൾ. അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ്. നമ്മൾ ആരുടെ മുന്നിലും ശരിക്കും പറയണെങ്കിൽ ചിലവർക്കെല്ലാവരും പെട്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അവർക്കെല്ലാവരും വിശ്വാസമാണ്. കണ്ണടച്ച് വിശ്വസിക്കാമെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കും. അങ്ങനെ ആരെയും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല, ആരെയും വിശ്വസിക്കാൻ പാടില്ല. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ പിന്നെ നമുക്ക് പല ബുദ്ധിമുട്ടിനിടയാക്കും. കണ്ണടച്ച് വിശ്വസിക്കരുത്. അത് കണ്ണടച്ച് വിശ്വസിച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാതും A to Z കാര്യങ്ങൾ ചില ആളുകൾ എല്ലാവരും ഷെയർ ചെയ്യും മറ്റുള്ള ആളുകളോട്. അത് ചെയ്യാൻ പാടില്ല. നമുക്ക് അങ്ങനെ നമ്മൾ ആരുടെ മുന്നിലും തുറന്നൊരു പുസ്തകം ആവരുത്. അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ. തുറന്ന പുസ്തകം ആവരുത്. അതാണ് നമുക്ക് കൂടുതൽ നല്ലത്. ജീവിക്കാനും എല്ലാത്തിനും നല്ലത് അതാണ്. നമ്മൾ തുറന്ന പുസ്തകം ആവരുത്. ഇപ്പം നമ്മൾ ഈ എല്ലാവരോടും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു ടൈമിൽ അത് നമുക്ക് തന്നെ ഒരു തിരിച്ചൊരു ഇതാവും. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്കെതിരെ തിരിയാനുള്ള ഒരു ആയുധമായിട്ട് മാറുന്ന പല സന്ദർഭങ്ങളിലും ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരോടും പറയാണ്ടിരിക്കുക. ആരോടും പറയേണ്ട കാര്യമില്ല. എല്ലാവരോടൊന്നും പറയേണ്ട കാര്യമില്ല. നമുക്ക് പറയേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ആളുകളോട് പറയേണ്ട ആവശ്യമുള്ളൂ. അല്ലാതൊന്നും നമ്മൾ പറയേണ്ട. എന്തിനപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് പിന്നീട് നമുക്ക് തന്നെ ഒരു പാരയായിട്ട് മാറുക. അതാണ് അതിൻ്റെ ശരിയായുള്ള വാക്ക്, പാര. അത് പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ അത് നമുക്കെതിരെ ഒരു ആയുധമായിട്ട് തന്നെ അവരെടുക്കും. അപ്പം നമ്മളങ്ങനെ എല്ലാവരോടും തുറന്ന് പറയണ്ട. നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനത്തെ ശീലമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ശീലമൊക്കെ ഉപേക്ഷിച്ചോളോ. ഒന്നും എല്ലാവരോടും പറയേണ്ട കാര്യമില്ല. നമുക്ക് പറയേണ്ട ആളുകളോട് മാത്രമേ പറയേണ്ട ആവശ്യമുള്ളൂ. അല്ലാണ്ട് എല്ലാതും നമ്മൾ പറയരുത്. തുറന്ന പുസ്തകം ആവരുത് ആരുടെ മുന്നിലും. തുറന്ന പുസ്തകങ്ങൾ മുഴുവൻ അടുത്ത് എല്ലാവരും വായിച്ചു കഴിഞ്ഞിട്ട് അവസാനം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ പുസ്തകത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പോയി വായിക്കൊന്നുമില്ല ആളുകൾ. ഒരു പ്രാവശ്യം വായിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ആ പുസ്തകം അടച്ച് വെച്ച് അവിടെ എവിടെയെങ്കിലും വലിച്ചെറിയും. അപ്പോൾ അത് കാരണം നമ്മൾ അങ്ങനെ ഒരിക്കലും ആവരുത് കേട്ടോ. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് പറയുകയാണ്. അതാണ് ഇന്ന് ഞാനിങ്ങനെ ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് ഇങ്ങനെ ഒരു കാര്യം വന്നു. അപ്പോൾ ഞാനതങ്ങനെ പറയാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കൊക്കെ അതുകൊണ്ടൊരു അറിവുണ്ടാവുമെന്ന് വെച്ച് നിങ്ങൾക്ക് അതുകൊണ്ടൊരു അറിവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്വീകരിക്കുക കേട്ടോ. എനിക്കതൊരു നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാനും ആദ്യം അങ്ങനെ തന്നെയായിരുന്നു. തുറന്ന പുസ്തകം തന്നെയായിരുന്നു. അത് പല സന്ദർഭത്തിലും നമുക്കൊരു ഭാരമായിട്ട് മാറിയിട്ടുമുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ പരമാവധി ഒഴിഞ്ഞു മാറുക. ചെറുപ്പം എന്ന് പറഞ്ഞ് നമുക്ക് കുറച്ച് ലോകപരിചയത്തിൻ്റെ കുറവൊക്കെ ഉണ്ടാവും. ആ ടൈമിലൊക്കെ നമ്മളങ്ങനെയൊക്കെ ചെയ്യും. ആ സമയത്തൊക്കെ തന്നെയാണ് എനിക്കും പറ്റിയിട്ടുള്ളത്. നമ്മളെല്ലാതും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പറയാൻ പാടില്ല. നമുക്ക് പിന്നെ അന്ന് അങ്ങനെ പറഞ്ഞു തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ കാര്യങ്ങളൊന്നും നീ അങ്ങനെ പറയരുത് ഒന്നും പറയാനായിട്ട് ആരും പറയാറുമില്ല. അപ്പം നമ്മളതൊക്കെ അങ്ങനെ തുറന്ന പുസ്തകം പോലെ എല്ലാവരുടെ അടുത്തും പറയും. എനിക്കങ്ങനെ ഒന്നും ഒളിച്ചു വയ്ക്കില്ല, മറയിലുമില്ല. അങ്ങനെയുള്ളൊരു വ്യക്തി തന്നെയായിരുന്നു ഞാൻ. പക്ഷെ നിങ്ങളാരും അങ്ങനെ ആവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ
എന്നെ സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ, ഇഷ്ടമായെങ്കിൽ. അപ്പോൾ ശരി, എന്നാൽ നമുക്ക് പിന്നെ കാണാം. ബൈ.